അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 5 ദിവസം അതിതീവ്ര മഴ. 7 ജില്ലകളിൽ അവധി, 5 ഇടങ്ങളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത. സംസ്ഥാനത്ത് 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റ് വീശാം. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് തുടരും. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, വയനാട്, പാലക്കാട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്നലെ വൈകിട്ട് 4-ന് 134.30 അടിയിലെത്തി. നിലവിലെ സ്ഥിതി തുടർന്നാൽ റൂൾ കർവ് പ്രകാരം നാളെ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നേക്കുമെന്ന് തമിഴ്നാട് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ആദ്യ കൂടിക്കാഴ്ച, സ്വകാര്യ നിമിഷങ്ങൾ ചിലവഴിച്ചു, ഒടുവിൽ യുവതിയെ കൊന്ന് കുഴിച്ചുമൂടി, അറസ്റ്റ്. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവതിയെ കൊലപ്പെടുത്തി ഫാം ഹൌസിൽ കുഴിച്ചിട്ട യുവാവ് അറസ്റ്റിൽ. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ പുനീത് ഗൌഡയാണ് മാണ്ഡ്യയിൽ അറസ്റ്റിലായത്. പ്രീതി സുന്ദരേശാണ് കൊല്ലപ്പെട്ടത്. ആദ്യ കൂടിക്കാഴ്ചയിലായിരുന്നു കൊലപാതകം. തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രീതി വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. പുനീത് തൊഴിൽ രഹിതനാണ്. സമൂഹമാധ്യമം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത്. പ്രതിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സമൂഹമാധ്യമങ്ങളും ഫോൺ കോൾ രേഖകളും പരിശോധിച്ചാണ് പുനീതിനെ അറസ്റ്റ് ചെയ്തത്. ഹാസനടുത്തുള്ള സ്ഥലത്ത് സ്വകാര്യ നിമിഷങ്ങൾ ചിലവഴിച്ച ശേഷം ഇരുവരും തമ്മിൽ വാക്തർക്കമുണ്ടായി. പുനീതിന്റെ മർദ്ദനത്തിൽ പ്രീതി കൊല്ലപ്പെട്ടു. തുടർന്ന് മൃതദേഹം കാറിൽ കയറ്റി ഫാം ഹൌസിൽ കുഴിച്ചിടുകയായിരുന്നു. ശാരീരിക ബന്ധം തുടരുവാൻ പ്രീതി പണം വാഗ്ദാനം ചെയ്തെന്നും അത് നിരസിച്ചപ്പോഴാണ് തർക്കമുണ്ടായതെന്നും പുനീത് അവകാശപ്പെട്ടതായി പോലീസ് പറഞ്ഞു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ട്രംപിനെ അഭിനന്ദിക്കുവാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. ഇറാനിൽ പ്രയോഗിച്ച ബങ്കർ ബസ്റ്ററുകളുടെ പരീക്ഷണ ദൃശ്യം പുറത്തുവിട്ടു. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ പ്രയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പരീക്ഷണ ദൃശ്യങ്ങൾ പുറത്തുവിട്ട US പെന്റഗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പ്രഹരശേഷി വ്യക്തമാക്കുന്ന പരീക്ഷണ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇറാനിൽ US നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും സൈന്യത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും വാർത്താസമ്മേളനത്തിൽ വിശദമായി വിവരിച്ചു. ഇറാനിൽ 12 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് പ്രയോഗിച്ചതെന്നും US ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം US നടത്തിയ ആക്രമണങ്ങൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയിട്ടില്ലെന്ന പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടിനെതിരെ പെന്റഗൺ രംഗത്തെത്തി. US ആക്രമണത്തിൽ ആണവ നിലയങ്ങൾ നശിപ്പിച്ചില്ലെന്നും ഇറാന്റെ ആണവ പദ്ധതി ഏതാനും മാസങ്ങൾ മാത്രമേ നീട്ടിവച്ചിട്ടുള്ളൂ എന്നുമായിരുന്നു റിപ്പോർട്ട്. എന്നാൽ റിപ്പോർട്ട് അപൂർണമാണെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ചൂണ്ടിക്കാട്ടി. പാളത്തിലൂടെ 8 കിലോമീറ്റർ കാർ ഓടിച്ച യുവതി പുറത്തിറക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാരെ ആക്രമിച്ചു. ഹൈദരാബാദിൽ റെയിൽവേ പാളത്തിലൂടെ 8 കിലോമീറ്ററോളം കാർ ഓടിച്ച യുവതി പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതേ തുടർന്ന് 20 മിനിറ്റോളം ട്രെയിൻ സർവീസ് തടസ്സപ്പെട്ടു. ഹൈദരാബാദിന് സമീപം ശങ്കരപ്പള്ളിയിലാണ് വ്യാഴാഴ്ച രാവിലെ സംഭവമുണ്ടായത്. കാർ തടഞ്ഞ് പുറത്തിറക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി പോലീസുകാരെയും ആക്രമിക്കുവാൻ ശ്രമിച്ചു. മുൻപ് IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന യുവതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. സംഭവത്തെ തുടർന്ന് 2 പാസഞ്ചർ ട്രെയിനുകളും 2 ഗൂഡ്സ് ട്രെയിനുകളും നിർത്തിയിടേണ്ടി വന്നു.
പാറയിലിരിക്കുമ്പോൾ തിരയടിച്ചു. കണ്ണൂരിൽ കടലിൽ വീണ് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. 2 ദിവസം മുൻപ് എടക്കാട് ഈടര മുനമ്പിൽ നിന്നും കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. താഴെ കായലോട്ടെ MC ഹൌസിൽ ഫർഹാൻ റൌഫിന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ 2 കിലോമീറ്റർ ദൂരെ മുഴുപ്പിലങ്ങാട് ശ്മശാനത്തിനടുത്ത് ബീച്ചിൽ നിന്നും കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ട് 6:45 വിദ്യാർത്ഥിയെ കടലിൽ കാണാതായത്. ഫർഹാനും 3 സുഹൃത്തുക്കളും ചേർന്ന് കടൽ കാണുവാനായി ഏഴരപ്പാറപ്പള്ളിക്ക് സമീപം തീരത്തെത്തിയതായിരുന്നു. 2 പേർ ചായ കുടിക്കുവാൻ കട അന്വേഷിച്ച് പോയപ്പോൾ ഫർഹാനും മറ്റൊരു വിദ്യാർത്ഥിയും കടലോരത്തെ പാറയിലിരുന്നു. ശക്തമായ തിരയടിച്ച് 2 പേരും കടലിൽ വീണു. കൂട്ടുകാരൻ നീന്തി രക്ഷപ്പെട്ടെങ്കിലും ഫർഹാനെ കാണാതാവുകയായിരുന്നു. +2 ശേഷം ഉപരിപഠനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഫർഹാൻ. തിരിച്ചെത്തുമെന്നുറപ്പില്ലാതെ സൈനികർ. ഫെർദോയെപ്പറ്റി പഠിക്കുവാൻ 15 വർഷം. യുഎസിന്റെ രഹസ്യ ഓപ്പറേഷൻ. ഇറാനിലെ ഫെർദോ ആണവ കേന്ദ്രത്തിലെ ആക്രമണത്തെക്കുറിച്ച് US സൈന്യം പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടു. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൌത്യത്തിന് പിന്നിലെ രഹസ്യ ആസൂത്രണവും B-2 വിമാനത്തിന്റെ ബോംബിംഗും അടക്കമുള്ള കാര്യങ്ങളാണ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ വിവരിച്ചത്. കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും തിളക്കമുള്ള സ്ഫോടനം. പകൽ വെളിച്ചം പോലെ തോന്നി. 30,000 പൌണ്ട് ഭാരമുള്ള കൂറ്റൻ ബങ്കർ ബസ്റ്റർ ബോംബ് ഇറാന്റെ മണ്ണിൽ പൊട്ടിത്തെറിക്കുന്നത് കണ്ടതിന് ശേഷം ഒരു പൈലറ്റ് പറഞ്ഞതായി കെയ്ൻ വ്യക്തമാക്കി. തിരിച്ചെത്തുമോ എന്നറിയാതെയായിരുന്നു US സൈനികർ പറന്നുയർന്നത്. അവർ തിരിച്ചിറങ്ങിയപ്പോൾ വൈകാരിക നിമിഷങ്ങളാണ് ഉണ്ടായതെന്നും കെയ്ൻ പറഞ്ഞു. ഇറാനിലെ ഫെർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് US ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ നടത്തിയത്. B-2 ബോംബറുകളിൽ നിന്നും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ജൂൺ 22 ആക്രമണം. ദളിത് യുവതിക്കെതിരായ വ്യാജമോഷണ കേസ്. എതിർകക്ഷികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുവാൻ ഉത്തരവ്. ദളിത് യുവതി ബിന്ദുവിനെ വ്യാജമോഷണ കേസിൽ കുടുക്കി പോലീസ് മാനസികമായി പീഡിപ്പിച്ച കേസിൽ പരാതിക്കാരിയായ ഓമന ഡാനിയൽ ഉൾപ്പെടെ എതിർകക്ഷികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം. SC/ST കമ്മീഷൻ ഉത്തരവ്. ബിന്ദു സ്വർണമാല മോഷ്ടിച്ചെന്ന് പരാതി നൽകിയത് ഓമനയാണ്. പിന്നീട് ഓമനയുടെ വീട്ടിൽ നിന്നും മാല കണ്ടെത്തിയിരുന്നു. തെളിയിക്കപ്പെടാത്ത കേസിന്റെ മറവിൽ പാവപ്പെട്ട പട്ടികജാതി സ്ത്രീയെ നിയമവിരുദ്ധമായി 20 മണിക്കൂറോളം പോലീസ് കസ്റ്റഡിയിൽ വച്ചുവെന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നുണ്ടെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. ബിന്ദുവിന് അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനത്തിനും മാനഹാനിക്കും ശാരീരിക അവശതയ്ക്കും നിയമപരമായി പരിഹാരം കണ്ടെത്തുവാൻ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാവുന്നതാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പരാതി ലഭിച്ചാൽ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ പേരൂർക്കട SHOയ്ക്ക് നിർദ്ദേശം നൽകി. വീട്ടുജോലിക്കാരിയായ പനവൂർ പനയമുട്ടം സ്വദേശിനി R ബിന്ദുവിനെതിരെ മോഷണം ആരോപിച്ച വീട്ടുടമ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് പരാതി നൽകിയത്. മാല നഷ്ടപ്പെട്ടത് ഏപ്രിൽ 18 പരാതി നൽകിയത് 23 വീട്ടിൽ അറിയിക്കാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ബിന്ദുവിനെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ അനധികൃതമായി കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം റിങ്കു സിംഗും സമാജ്വാദി പാർട്ടി MP പ്രിയ സരോജുമായുള്ള വിവാഹത്തിൽ ട്വിസ്റ്റ്. ചടങ്ങ് മാറ്റിവച്ചതായി റിപ്പോർട്ട്. ഉത്തർപ്രദേശിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി MP പ്രിയ സരോജുമായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം റിങ്കു സിംഗിന്റെ വിവാഹം നീട്ടിവച്ചതായി റിപ്പോർട്ട്. ഈ വർഷം നവംബർ 19 ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത് എങ്കിലും അന്ന് വിവാഹം നടക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് വിവാഹ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് റിങ്കു സിംഗോ പ്രിയ സരോജോ ഇതുവരെ നേരിട്ട് പ്രതികരിച്ചിട്ടില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.